സോ ഹേ ഗായ്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നും വന്നിരിക്കുന്ന പുതിയ വീഡിയോ ആയിട്ടാണ്. ഇന്ന് ഞാനും എൻ്റെ ഫ്രണ്ടും ഒരു ഡുവേഴ്സസ് കോഡ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞ് ഒന്നാണ്. ഡുവേഴ്സസ് കോഡിൻ്റെ പകരം സ്കോഡസസ് കോഡായി. എന്തായാലും നമ്മൾ ബ്ലൂ സോണിൽ ഇറങ്ങാൻ ഇറങ്ങുമ്പോൾ അവിടേക്കാണ് എല്ലാ എനിമീസാണ്. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് വേറെ സ്ഥലത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു. വേറെ സ്ഥലത്തേക്കാണ് ഇറങ്ങുന്നത്. ഞാൻ നോക്കുമ്പോൾ എൻ്റെ കൂടെ തന്നെ വേറൊരുത്തിനും കൂടി ഇറങ്ങുന്നുണ്ടായിരുന്നു. എൻ്റെ താഴെ തന്നെ വേറൊരുത്തിനും കൂടി ഇറങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ വേഗം ലൂട്ടെടുത്തിട്ട് അവനെ കൊല്ലാൻ വിചാരിച്ച് നേരെ താഴത്തേക്ക് ഇറങ്ങാണ്. ഇറങ്ങി നമ്മുടെ മുന്നിൽ P90 ഉണ്ടായിരുന്നു. പിന്നെ അവൻ ഇറങ്ങട്ടെ പറഞ്ഞ് നമ്മളിങ്ങനെ നേരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവനടിച്ചിട്ട് കാര്യമുള്ളൂ പറഞ്ഞ് നോക്കുമ്പോൾ അവിടെ പൈസനും കിട്ടി. നേരെ നമ്മൾ പോകുമ്പോൾ അതിന് റേഞ്ച് പോയി നിൽക്കുക പോകുന്നു, അനങ്ങാൻ നിൽക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ നെക്കി പിടിച്ച് നോക്കിയിട്ട് നമ്മൾ കൊന്നിട്ടുണ്ട്. ആ ടീമേറ്റ് പറയേണ്ട എനിമീൻ്റെ പറയുന്നുണ്ടായിരുന്നു. എവിടെ എനിമീന്ന് അറിയില്ല. ടീമേറ്റിനെ M10 മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരെ ഓടിപ്പോവാണ്. കുറേ ഈ ലൂട്ട് സെറ്റാക്കണം. നമ്മൾ ഇങ്ങനെ ലൂട്ട് സെറ്റാക്കുകയാണ്. നമ്മുടെ ലോങ് റേഞ്ച് ഗണ്ണില്ല. അപ്പോൾ നമ്മളെന്തായാലും ഹിറ്റ് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. നമുക്ക് കില്ലില്ല, ഒരു കില്ലുള്ളൂ. നമുക്ക് വേഗം കില്ലെടുത്തിട്ട് വേണം ഈ കളി പോയി അടിക്കണം. കഴിഞ്ഞ കളി ഞങ്ങൾ കളിച്ചത് ഞങ്ങൾ ഇറങ്ങിയതും ചത്തു. അതുകൊണ്ട് ഈ കളിയെങ്കിൽ ഞങ്ങൾ ബോയ് അടിക്കണം പറഞ്ഞിട്ടാണ് കളിക്കുന്നത്. ഫസ്റ്റ് തന്നെ ഇറങ്ങിയത് നമ്മൾ ഗണ്ണ് സെറ്റാക്കി ഹിറ്റ് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഗണ്ണ് വേണമെന്ന് ചോദിക്കായിരുന്നു ടീമേറ്റിൻ്റെ അടുത്ത്. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഇവിടെ പ്ലാസ്മി M10 ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ എടുത്തില്ല. ഞാൻ കുറച്ച് ബൈസൻ്റെ ഉണ്ട മാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഇനി ലൂട്ടൊന്നും ഉണ്ടാവില്ല പറഞ്ഞിട്ട് ഞാനും ടീമേറ്റും പോവാണ്. ഇവിടെ അത്രയ്ക്ക് ലൂട്ടൊന്നുമില്ല. അപ്പം നമ്മൾ ടീമേറ്റിനും കൂട്ടി പോവാണ്. നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ ടീമേറ്റിന് ചത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടീമേറ്റിനൊന്ന് റിവൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഇവിടെ വലിയ ലൂട്ടില്ല പോവാറ് നമ്മൾ പോവാണ്. അപ്പോൾ നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഓർമ്മ നമ്മൾ ഹിറ്റ് ലിസ്റ്റ് അടിക്കേണ്ടത് ചോദിച്ചപ്പോഴാണ് നമ്മുടെ ഫ്രണ്ട് പറയുന്നത് നമ്മുടെ ഹിറ്റ് ലിസ്റ്റ് ചത്തിട്ടുണ്ട് എന്ന്. അപ്പോൾ നമുക്ക് വേറൊരു ഹിറ്റ് ലിസ്റ്റ് ഇടാൻ പറഞ്ഞ് പോകുമ്പോഴാണ് നമ്മളിവിടെ എവിടെയെങ്കിലും എനിമീനെ കാണുക പറഞ്ഞ് നമ്മൾ കുറച്ചും കൂടി ലൂട്ട് സെറ്റാക്കട്ടെ പറഞ്ഞ് നമ്മൾ പോവാണ്. ഇവിടെ എവിടെയെങ്കിലും എനിമി ഉണ്ടെങ്കിൽ നമുക്ക് അടിക്കാം. നമ്മുടെ എന്തായാലും 1000 ടോക്കൺ ഉണ്ട്. ഈ ടോക്കണും കൂടി എടുത്തിട്ട് പോകാൻ വിചാരിച്ചായിരുന്നു. ഇവിടെ അധികം എനിമീസൊന്നും ഇല്ല. നമ്മളെന്തായാലും പോകുന്നുണ്ട്. ഇവിടെ എനിമീസിനൊന്നും കാണാനില്ല. ശരിക്കും ഇവിടെ വന്നാൽ ഫുള്ള് എനിമീസായിരിക്കും. ഇപ്പോൾ എനിമീസിനൊന്നും കാണാനില്ല. അപ്പോൾ നമുക്ക് ടീമേറ്റ് പറഞ്ഞു നമുക്ക് ഒരു ഹിറ്റ് ലിസ്റ്റും കൂടി ഇടാമെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, ഒരു വണ്ടി എടുത്തിട്ട് ഹിറ്റ് ലിസ്റ്റ് ഇടാമെന്ന്. അപ്പോൾ ഞാനും ഫ്രണ്ടും കൂടി കുറേ ടോക്കൺ കളക്ട് ചെയ്യുന്നുണ്ട്. ടോക്കൺ ആവശ്യം വരികയാണ്. ടോക്കൺ കുറേ കളക്ട് ചെയ്യുന്നുണ്ട്. പരമാവധി ലൂട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോഴാണ് അവിടെ ഒരു വണ്ടി കണ്ടത്. അപ്പം അങ്ങോട്ട് തന്നെ പോകാറുണ്ട്. നമ്മൾ അങ്ങോട്ട് പോവാണ്. അവിടെ എവിടെയായിട്ടൊരു വണ്ടി ഉണ്ട് പറഞ്ഞു ടീമേറ്റ്. നമുക്ക് അവിടേക്ക് തന്നെ പോവാം. അപ്പോഴാണ് അവിടെ കുറേ ലൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലൂട്ട് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഫ്രണ്ടിൻ്റെ കൂടെ പോവാണ് ഞാൻ, ടീമേറ്റിൻ്റെ കൂടെ. അവിടെ കുറേ ലൂട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടുത്തെ ലൂട്ടൊക്കെ എടുക്കുകയാണ്. ലൂട്ടൊക്കെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലൂട്ടൊക്കെ ഞാൻ എടുത്തു. ടീമേറ്റ് പറഞ്ഞു അവിടെയാണ് വണ്ടി, നമുക്ക് അങ്ങോട്ട് പോകാൻ പറഞ്ഞു. ശരി, ഞാൻ പോവാ പറഞ്ഞിട്ട് ഞാൻ പോകുന്നുണ്ട്. വണ്ടി എടുക്കാൻ പോവാണ്. നമ്മളെന്തായാലും വണ്ടി എടുക്കാൻ പോകുമ്പോൾ ജീപ്പ് കിടക്കുന്നുണ്ടായിരുന്നു, അതെടുക്കാം. ഇതാണ് വണ്ടി.
അപ്പോൾ ടീമേറ്റ് പറഞ്ഞു വണ്ടിയിൽ വരാൻ, ഞാൻ അതിനെ വരാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ വണ്ടിയിൽ അങ്ങോട്ട് പോകുന്നുണ്ട്. വണ്ടിയിൽ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇവിടെ എന്തായാലും നിർത്തിയിട്ടുണ്ട്. ടീമേറ്റും കട്ടാറുണ്ട്. എൻ്റെ പവർ പറഞ്ഞ ഹാമറായിരുന്നു. അപ്പോൾ ഗണ്ണ് അപ്ഗ്രേഡ് ചെയ്യാൻ പറയുന്നുണ്ടായിരുന്നു. നമുക്ക് ഗണ്ണ് അപ്ഗ്രേഡ് ചെയ്യാൻ ടോക്കൺ 600 ഞാൻ ഇതൊക്കെ ലൂട്ടൊക്കെ കുറച്ചും കൂടി വാരി ഞാൻ വണ്ടി കയറി പറയുമ്പോഴേക്കും നമുക്ക് ഗണ്ണ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി കുറേ നമ്മൾ ടോക്കൺ കളക്ട് ചെയ്യുന്നുണ്ട് ഗണ്ണ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഗണ്ണ് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. എൻ്റെയും ടീമേറ്റിൻ്റെയും ഗണ്ണ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടീമേറ്റ് ചത്തത്. അപ്പോൾ ആ ടീമേറ്റിനെ പൊക്കണം. പിന്നെ ഒരു ഹിറ്റ് ലിസ്റ്റ് ഇടാൻ പറഞ്ഞു. അപ്പോൾ ഹിറ്റ് ലിസ്റ്റ് ഇടാൻ വേണ്ടി പോവാണ് ഞങ്ങൾ വെൻഡിങ് മെഷീൻ്റെ അടുത്തേക്ക്. ഇവിടെ അടുത്ത് വെൻഡിങ് മെഷീൻ ഉണ്ട്. ഇടവഴി കൂടെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു ലൂട്ട് കണ്ടു. അപ്പോൾ ആ ലൂട്ട് എടുത്തിട്ട് അപ്പോഴേക്കും വണ്ടിയിൽ നിന്ന് നമ്മുടെ ടീമേറ്റ് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ടീമേറ്റ് ഓടി വരാൻ പറഞ്ഞു. ഞാൻ വണ്ടിയും കൊണ്ട് പോവാണ്. ഞാൻ വണ്ടി കൊണ്ട് ഈ സ്റ്റെപ്പ് കൂടെ കയറ്റിയിട്ട് പോവാണ്. വണ്ടി എന്തായാലും ഇവിടെ നിർത്തിയിട്ട് ഞാൻ ഹിറ്റ് ലിസ്റ്റ് ഇടാൻ പറഞ്ഞ് പോകുമ്പോഴേക്കും നമ്മുടെ ടീമേറ്റ് അവിടെ എത്തി ഹിറ്റ് ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി കയറാറുണ്ട്. നമ്മൾ വണ്ടി കയറുന്നുണ്ട്. ഹിറ്റ് ലിസ്റ്റ് നോക്കുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ബാക്കിലായിട്ടാണ്. അപ്പോൾ ഹിറ്റ് ലിസ്റ്റിന് ഡയറക്റ്റ് പോയി കയറി റഷ് ചെയ്ത് അടിക്കാമെന്നാണ് ടീമേറ്റ് പറഞ്ഞത്. അപ്പോൾ ഞാനും ടീമേറ്റൊക്കെ പ്രതീക്ഷ ഒരു 4 പേര് അല്ലെങ്കിൽ 3 പേരാണ്. 4 പേര് 3 പേര് ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിച്ചത്. നമ്മൾ ഹിറ്റ് ലിസ്റ്റ് വണ്ടിയിലാണ് തോന്നുന്നു. നമ്മളിങ്ങനെ കയറി ചെല്ലുമ്പോൾ ഇതാ ഒരു കുതിരയുടെ ആൾ വരുന്നു. ഇതാണ് ഹിറ്റ് ലിസ്റ്റ്. അപ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷകളൊന്നും നടന്നില്ല. ഞങ്ങൾ വിചാരിച്ചൊരു 4 പേര് 3 പേരുണ്ടാവുന്നു. ഇത് ഒരാളുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ടീമേറ്റ് എന്തായാലും അടിക്കുന്നുണ്ട്. നമ്മളും കുറച്ച് ഗ്ലൂ ഒക്കെ പൊട്ടിക്കുന്നുണ്ട്. ടീമേറ്റ് എന്തായാലും അടിച്ച് നോക്കിയിട്ടുണ്ട് ഹിറ്റ് ലിസ്റ്റിനെ. ടീമേറ്റ് പറഞ്ഞു ഇതേപോലെ കുറേ ഹിറ്റ് ലിസ്റ്റ് ഇട്ടാലോ എന്ന്. അപ്പോൾ ഞാൻ ബൈസൺ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും. അപ്പോൾ ഒരു ഹിറ്റ് ലിസ്റ്റും കൂടി ഇടാൻ പറഞ്ഞു. അപ്പോൾ ഹിറ്റ് ലിസ്റ്റ് ഇടാൻ വേണ്ടി ഞാൻ വണ്ടി കയറിയിട്ടുണ്ട്. അപ്പോൾ ടീമേറ്റ് ഞാൻ വീണ്ടും ഹിറ്റ് ലിസ്റ്റ് ഇടാൻ വേണ്ടി പോവാണ്. വീണ്ടും ഹിറ്റ് ലിസ്റ്റ് ഇടാൻ വേണ്ടി പോവാണ്. ഇങ്ങനെ തന്നെ കുറേ എനിമീനെ കൊല്ലാന്നായിരുന്നു നമ്മുടെ ടീമേറ്റ് പറഞ്ഞത്. 26 പേരുള്ളൂ. അതുകൊണ്ട് നമുക്ക് വേഗം കുറേ കില്ലെടുക്കണം, അല്ലെങ്കിൽ നമുക്ക് പ്ലസ് കിട്ടില്ല. ടീമേറ്റ് എന്തായാലും ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. വണ്ടി കയറാൻ പറഞ്ഞു. ഇനി എന്തായാലും ഞാൻ ഇതിനെ പറപ്പിച്ച് പോവുക, ബൂസ്റ്റിട്ട് പറപ്പിച്ച് പോവുക പറഞ്ഞാൽ നിൽക്കുകയാണ്. ഞാൻ പറപ്പിച്ച് പോകുമ്പോൾ ടീമേറ്റ് അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ടീമേറ്റിനെ കൂട്ടാൻ വേണ്ടി ഇതിനെ പോവാണ്. ടീമേറ്റിനെ കൂട്ടാൻ വേണ്ടി വളഞ്ഞു പോവാണ്. ടീമേറ്റ് ഇവിടെ നിന്ന് വരുന്നുണ്ട്. ഞാൻ ടീമേറ്റിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോവാണ് വണ്ടിയും കൊണ്ട്. അപ്പോൾ അവർക്ക് ബ്രേക്ക് കിട്ടിയില്ല. ഞാൻ നേരെ പോയി മറിഞ്ഞ് വണ്ടി മറിഞ്ഞു. പിന്നെ വണ്ടി പോകണില്ല. ഞാൻ വീണ്ടും ബൂസ്റ്റ് ഇട്ടു. വണ്ടി ഒന്നും അനങ്ങണില്ല. പിന്നെ നോക്കുമ്പോൾ വണ്ടി ഗ്ലിച്ചായി. മുകളിലേക്കൊക്കെ തെറിച്ചൊക്കെ പോണു. ഇത് നേരെ എങ്ങനെയൊക്കെയോ ഞങ്ങൾ വണ്ടി ഓടിച്ച് നേരെ ആക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ ടീം മൊത്തം ഇപ്പോൾ നമ്മുടെ അടുത്തുണ്ട്. നമ്മളെന്തായാലും ഇവിടുന്ന് പോവാ. ഇത് ഇവിടെ എന്താ അധികം ലൂട്ടൊന്നും ഇല്ല കാരണം നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ അപ്പോഴേക്കും ഞാൻ എന്താ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ കയറ്റാൻ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും വണ്ടിയിൽ നമ്മുടെ ടീമേറ്റും കയറിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോകാറുണ്ട്. നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോവാണ്. എനിമിയുള്ള സ്ഥലത്തേക്ക് പോവാണ്. നമ്മൾ ബൂസ്റ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ എനിമിയുള്ള സ്ഥലത്ത് പോവാണ്. നമ്മൾ TV ടവർ എത്തി. TV ടവറിൽ കുറച്ച് പേരുണ്ടായിരുന്നു. പിന്നെ നമ്മൾ TV ടവർക്ക് ഇപ്പോൾ പോകേണ്ട കാരണം നമ്മൾ ഒരുത്ത റിവൈവ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടേക്ക് പോകാൻ പറഞ്ഞാൽ നമ്മൾ അവിടേക്കാണ് പോകുന്നത്. അപ്പോഴേക്കും നോക്കുമ്പോൾ 2 സൈഡിൽ കൂടെ 2 എനിമി ഉണ്ടായിരുന്നു. ഒരുത്തന്നെ ഞാൻ അടിക്കാൻ പറഞ്ഞു. ടീമേറ്റ് മറ്റാനെ നോക്കാറുണ്ട്. ഞാൻ അവൻ്റെ ഗ്ലൂ ഒക്കെ പൊട്ടിച്ച് അടിക്കുന്നുണ്ട്. അവ അപ്പോഴേക്കും പോയി. ടീമേറ്റ് പറഞ്ഞു മറ്റവനെ അടിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മൾ നേരെ ടീമേറ്റിൻ്റെ അടുത്ത് വരാൻ പറഞ്ഞ് ഞാൻ റഷ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരെ റഷ് ചെയ്ത് പോകുമ്പോഴേക്കും അല്ലേ ടീമേറ്റ് പറഞ്ഞു അവിടെ നിൽക്കുന്നുണ്ടെന്ന്. ടീമേറ്റിനെ അടിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അവനെ കുത്തി പിടിച്ച്
ഇട്ടപ്പോഴേക്കും ടീമേറ്റ് ആ കില്ലങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ടീമേറ്റാണ് ശരിക്കും കൂടുതൽ കില്ല് കൊടുത്തത്. ഞാൻ ഒരാളുള്ളൂ പറഞ്ഞ് റഷ് ചെയ്തതാണ്. നോക്കുമ്പോൾ 2 പേരുണ്ടായിരുന്നു. 2 നെക്കി പിടിച്ച് നോക്കിയിട്ടുണ്ട്. 2 കില്ല് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും വേറെ ഫൈറ്റായിരുന്നു അവിടെ. ഒരുത്ത സാൻഡീനെ ഇട്ടിട്ട് ഇവിടേക്ക് റഷ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ടീമേറ്റ് അടിച്ചിട്ടുണ്ടാവുമെന്ന്. ആ നേരത്തിൽ ഞാൻ ഇവന്മാരൊക്കെ അടിക്കുകയായിരുന്നു. ടീമേറ്റ് നോക്കായിട്ടുണ്ട്. ഒരുത്തനെ അടിച്ച് കില്ല് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ടീമേറ്റിനെ റിവൈവ് ചെയ്യാണ്. അപ്പോഴേക്കും വേറെ ഒരുത്തൻ അടിക്കുന്നുണ്ടായിരുന്നു. അത് എവിടെ നിന്ന് നോക്കുമ്പോൾ അവിടെ നിന്ന് ഒരുത്തൻ അടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ സ്കോപ്പ് ചെയ്ത് അവനെ നോക്കിയിട്ടുണ്ടായിരുന്നു. നോക്ക് ഇടുമ്പോഴേക്കും ബാക്കിൽ നിന്ന് അടി കെട്ടി. നോക്ക് ഇട്ടിട്ടില്ല, നോക്ക് ഇടുമ്പോഴേക്കും ബാക്കിൽ നിന്ന് അടി കെട്ടി. ഇപ്പം ചത്തേനെ പറഞ്ഞ് നിൽക്കുമ്പോൾ നമ്മളെന്തായാലും നൊക്കി പിടിച്ച് അവനെയും നോക്കിയിട്ടുണ്ട്. ടീമേറ്റ് റിവൈവ് ചെയ്ത് നമ്മളും സൂപ്പർ മെഡ് അടിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് പോവാണ്. സോണ് വന്നു. വേഗം ഇവിടുന്ന് പോവാ പറഞ്ഞു ടീമേറ്റ്. നമ്മൾ നേരെ പോകുമ്പോഴേക്കും നമ്മൾ ജീപ്പ് എടുത്ത് പോവാ പറഞ്ഞു. ഞാൻ ജീപ്പിൻ്റെ അടുത്തേക്ക് പോവാണ്. ജീപ്പ് എടുക്കാൻ വേണ്ടി നമ്മൾ ജീപ്പിൻ്റെ അടുത്ത് പോവാണ്. അപ്പോൾ ടീമേറ്റിനെ വിളിച്ചിട്ടുണ്ട് ജീപ്പിക്ക് ടീമേറ്റ് ജീപ്പ് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ TV ടവറിലേക്കാണ് പോകുന്നത്. TV ടവറിൽ എനിമീസ് ഉണ്ടാവും പറഞ്ഞു. നോക്കുമ്പോൾ നമുക്ക് ബാക്കിൽ നിന്ന് അടി കിട്ടി. എന്നാൽ അവന്മാരെ അടിച്ചിട്ട് കാര്യമുള്ളൂ പറഞ്ഞു. നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഡാം കൊടുത്തു. ടീമേറ്റും കുറേ ഡാം കൊടുത്തു പറഞ്ഞു. അപ്പോൾ റഷ് ചെയ്ത് കയറാൻ പറഞ്ഞിട്ട് നേരെ പോവാണ്. ടീമേറ്റ് 150 ഹെഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അവൻ റഷ് ചെയ്ത് കയറി. നമ്മൾ കുറേ കേട്ടു. ഇത്ര ഡാം കൊടുത്തിട്ട് അവൻ ചാവണില്ല. 150 കൊടുത്തു പറഞ്ഞിട്ട് ടീമേറ്റ്. ഞാൻ പറഞ്ഞു ഫേക്ക് ആയിട്ടുണ്ടാവുന്നു. അതല്ലാതെ വേറെയും കൊടുത്തു പറഞ്ഞു. ഇതെന്താ അത് 5000 HP മേനാണോ എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ പോവാണ്. അപ്പോൾ ടീമേറ്റ് പറഞ്ഞു അവൻ്റെ HP അൺലിമിറ്റഡ് ആണ് എന്നൊക്കെ. അപ്പോഴേക്കും അവൻ 4 ബോംബൊക്കെ എറിയുന്നുണ്ട് ഗൈസ്. അപ്പോഴേക്കും നമ്മുടെ ടീമേറ്റ് നോക്കായിട്ടുണ്ട്. ഇവരെ ഹെഡ് അടിച്ച് അവന് കില്ല് ഫിനിഷ് ചെയ്യുമ്പോഴേക്കും ടീമേറ്റിനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവനെന്തായാലും അടിച്ചിട്ടുള്ള കാര്യമുള്ള പറഞ്ഞു. അവൻ നെക്കി പിടിച്ച് അവനും അടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ടീമേറ്റിനെ റിവൈവ് ചെയ്യാൻ പറഞ്ഞ് നമ്മൾ പോവാണ്. ടീമേറ്റിനെ റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിമീസിൻ്റെ അടുത്തേക്ക്. അപ്പോഴാണ് ഒരു ഫുഡ് സ്റ്റെപ്പിൻ്റെ സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വേറെ ഒരുത്തുണ്ടായിരുന്നു. അവനടിക്കാൻ നിൽക്കുമ്പോഴേക്കും വേഗം ഞാൻ എല്ലാവരെയും റിവൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അവനെ അടിക്കാൻ പറഞ്ഞ് നോക്കുമ്പോൾ അവനെ കാണാനില്ല. ഇതിനെ പോയി നോക്കുമ്പോൾ അവനെ കാണാനില്ല. ഇതെവിടെ പോയി പറഞ്ഞു ഞാൻ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ടീമേറ്റ് പറഞ്ഞു ഇവിടെ മൊത്തം 2-3 സ്ക്വാഡ് ഉണ്ട് പറഞ്ഞു. ടീമേറ്റിനെ അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഒരുത്തുണ്ടായിരുന്നു. അവന് നല്ല കുത്തി പിടിച്ചിട്ട് ഡാം കൊടുത്തു. അവൻ ചുറ്റും ഗ്ലൂ വാൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ഗ്ലൂ വാൾ പൊട്ടിക്കണ ഇതെടുത്ത് നമ്മൾ എറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ ജനലിൽ ചാടി വരുമ്പോൾ അടിക്കാൻ പറഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ അവൻ ചാടി വന്ന് നെക്കി പിടിച്ച് അവനെയും ആക്കിയിട്ടുണ്ട്, കൊന്നിട്ടുണ്ട്. നമുക്ക് ടീം വൈപ്പായി. പിന്നെ അതിൻ്റെ മുകളിൽ ബോംബൊക്കെ പൊട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ആരെങ്കിലുണ്ടോ പറഞ്ഞ് നമ്മൾ നോക്കുകയാണ്. അതിന് കാണാനൊന്നുമില്ല. അപ്പം മുകളിലത്തവനെ നമ്മുടെ ടീമേറ്റ് എല്ലാവരും കൂടി ചേർന്നിട്ട് കൊന്നിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഒരുത്ത ഓടിപ്പോണു. അടിക്കുമ്പോഴേക്കും അവൻ കവറെടുത്ത് നിൽക്കുമ്പോഴേക്കും കവറെടുത്തു. അപ്പോഴേക്കും എന്നെ എടുത്ത് അടിച്ചിട്ടുണ്ടായിരുന്നു. SVD ആയിരുന്നു അവൻ്റെ കയ്യിൽ. പിന്നെ ടീം പറഞ്ഞ് എന്നെ റിവൈവ് ചെയ്തിടാൻ പറഞ്ഞു. ടീം പോയിട്ട് എന്നെ വേഗം റിവൈവ് ചെയ്യാണ്. ടീം റിവൈവ് ചെയ്യേണ്ട എന്തായാലും. അപ്പോൾ എൻ്റെ ലൂട്ട് എനിക്ക് ഇപ്പം തന്നെ വേണം പറഞ്ഞ് ഞാൻ കഴപ്പ് കാട്ടാൻ വേണ്ടി എൻ്റെ ലൂട്ട് ബോക്സിൻ്റെ അടുത്തേക്ക് തന്നെ ഇറങ്ങി. അപ്പോഴേക്കും നമ്മുടെ ഒരു ടീമേറ്റ് ചത്തിട്ടുണ്ട്. വേറൊരു ടീമേറ്റും കൂടി ചത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ടും ചത്തിട്ടുണ്ട്. അപ്പോൾ 1v3 എടുക്കേണ്ടി വരും. ഒരു സ്കോഡും ഞാൻ ഒറ്റയ്ക്കുള്ളൂ. കളി എന്തായാലും തോറ്റു എന്ന് മനസ്സിലായി. അപ്പോഴേക്കും ഞാൻ ഒരുത്തിന് 155 കൊടുത്തത് ഞാൻ തത്തു. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ.